സോ ഗുഡ് ഈവനിങ് ഓൾ. എന്തുകൊണ്ടും ഒരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. കാരണം കുറെ വെയിറ്റ് ചെയ്തിട്ട് നെറ്റിന് റിസൾട്ട് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മുടെ NTA ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് ദർ വാസ് വൺ ബ്യൂട്ടിഫുൾ ഡയലോഗ്. ഹിസ്റ്ററിയുടെ ഒരു ബാച്ച് ആയതുകൊണ്ട് എനിക്ക് ആ ഡയലോഗ് നിങ്ങളോട് പറയണമെന്നുണ്ട്. വെൻ ദ വേൾഡ് സ്ലീപ്, ഒന്ന് മൈക്കും ശ്രദ്ധിക്കട്ടോ. ഇന്ത്യ അവേക്കിൻ ടു ന്യൂ ലൈഫ് ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന നെഹ്റുവിന്റെ അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന സ്പീച്ച് ഉണ്ട്. എന്നതുപോലെ തന്നെ നമുക്ക് NTA വെബ്സൈറ്റിന് താഴെയായിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. വെൻ ദ വേൾഡ് സ്ലീപ്സ്, NTA റിലീസസ് ദ നെറ്റ് റിസൾട്ട് വിത്ത് ബ്രോക്കൺ ലിങ്ക്. ഞാൻ ഇന്നലെ രാത്രി ലൈവായിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് സംതിങ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, അപ്പോൾ വെബ്സൈറ്റ് ഒക്കെ നന്നാക്കി വിടുന്നുള്ള ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, ഒരു എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് NT നേരിടാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫൈനലി ദ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സം ഓഫ് അവർ സ്റ്റുഡൻസ് കുഡ് ഓൺലി ക്ലിയർ ദിസ് എക്സാമിനേഷൻ. അതിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്ന് ഒന്ന് രണ്ട് ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് തന്നെ അനൗൺസ് ചെയ്യാം. കാരണം നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആരൊക്കെയാന്നുള്ളത്. നമ്മുടെ പോസ്റ്ററും കാര്യങ്ങളും റെഡി ആവുന്നേ ഉള്ളൂ. സോ ഒന്ന്, നമ്മളുടെ മുമ്പ് നെറ്റ് കിട്ടിയിട്ടുള്ള രേഷ്മയുണ്ട്, ജെറിൻ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ ടു രേഷ്മ ആൻഡ് ജെറിൻ. പിന്നെ അതേ സമയത്ത് നമ്മുടെ സാം ഉണ്ട്. സാമിന് നെറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ പിന്നെ സംബടി ആക്ച്വലി മിസ് അനഘ. സോറി. ഓക്കെ, അനഘ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അനഘ ഉണ്ട്, അനഘക്കും കിട്ടിയിട്ടുണ്ട്. സോ അനഘയുടെ റിസൾട്ട് നോക്കുന്ന കഥകളൊക്കെ വളരെ രസകരമായിട്ടുള്ള കഥകളായിരുന്നു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, അതൊക്കെ അനഘ തന്നെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നമ്മുടെ ആദ്യത്തെ ഒരു ചെറിയ സെഷൻ അവർക്കുള്ള സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ, എന്നെ രാവിലെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തി അനഘയാണ്, നെറ്റ് നോക്കി റിസൾട്ട് സന്തോഷം അറിയിക്കാൻ വേണ്ടി. സോ അനഘ, ഒന്ന് അനഘയുടെ വിലപ്പെട്ട 2-3 കാര്യങ്ങൾ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. ഐ തിങ്ക് യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്. ഞാൻ സത്യം എനിക്കിത് ഭയങ്കര ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എന്താ, രാവിലെ പറഞ്ഞപ്പോ ഭയങ്കര എന്താ പറയാ, ഞാൻ 6ാമത്തെ തവണ നെറ്റ് ചെയ്തത്. സത്യത്തിൽ 6ാമത്തെ തവണ നെറ്റ് ചെയ്തെന്ന്? 6ാം തവണ ചെയ്തത്. പിന്നെ BEd കഴിഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഒരു കോൺഫിഡൻസിന്റെ ഒരു വിഷയമായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് വരും, അല്ലെങ്കിൽ താഴെ എന്റെ മൈൻഡ് അങ്ങനെ കണ്ടീഷനിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 11 മണിക്ക് ഷട്ട് ഡൗൺ ആവുന്നതാണ്. അപ്പം രേഷ്മയാണ് എന്റെ റിസൾട്ട് നോക്കിയത്. എന്റെ എല്ലാ സാധനം അവളുടെ കയ്യിലായതുകൊണ്ട് അവളാണ് എന്റെ റിസൾട്ട് എല്ലാ തവണയും മിക്കവാറും അവിടെ നോക്കാറ്. അപ്പം എന്റെ റൂംമേറ്റ് എന്റെ അടുത്ത് ഇന്നലെ രാത്രി പറഞ്ഞില്ല റിസൾട്ട് വന്നത്. രാവിലെ എന്റെ അടുത്ത് ചേച്ചി ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചു റിസൾട്ട് വന്നു കാണില്ലേ. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പം, ഇപ്പൊ നോക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു, തുറന്നു നോക്കിയപ്പോൾ രേഷ്മ അവിടെ നോക്കിയിട്ട് ഒരു 4:30 ആകുമ്പോ രാവിലെ തന്നെ എനിക്ക് അതിന്റെ PDF അടുത്ത് അയച്ചെന്നേരി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് എനിക്കൊന്ന് അവക്കും സങ്കടമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് 2 മാർക്കിനാണ് JRF പോയേക്കുന്നത്. അപ്പം അതിന് എന്റെ അമ്മ എന്റെ റിസൾട്ട് ചോദിച്ചപ്പോ ആദ്യം ചോദിച്ചത് അവളുടെ കാര്യം എന്തായിന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു 2 മാർക്കിന് അമ്മ പോയേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ എലിമിനേഷൻ സാർ പറഞ്ഞ പോലെ 2 പ്രാവശ്യമായിട്ട് എലിമിനേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പിന്നെ എനിക്ക് സത്യത്തിൽ ഇതിങ്ങനെ ഒരു എന്താ പറയാ, എലിമിനേഷൻ ടെക്നിക്കിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നില്ലേ. ഞാൻ ക്രിസ്റ്റലിന് കൊടുത്ത അതേപോലെ തന്നെ ഞാൻ രേഷ്മയോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം അവൾ ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യണം, ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ബോത്ത് ക്രിസ്റ്റൽ ആൻഡ് രേഷ്മ. താങ്ക് യു അനഘ, താങ്ക് യു. ഫൈൻ. അനഘ കുറച്ച് ആൻസൈറ്റി കുറച്ച് കൂടിയ കൂട്ടത്തിലൊക്കെ ആയിരുന്നു എന്നോട് പറഞ്ഞു. ഞാൻ ആ കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിഹൗ, താങ്ക് യു ടു ലിസൺ ഫ്രം യുവർ സൈഡ്. ഇനി നമുക്ക് അനഘയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രേഷ്മയുടെ അടുത്തുനിന്ന് രേഷ്മയുടെ ഇപ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. കാരണം രേഷ്മ നമ്മുടെ ക്രിസ്റ്റലിൽ പഠിച്ച സമയത്ത് മുമ്പ് നെറ്റ് ക്ലിയർ ചെയ്ത ആളാണ്. നൗ ദിസ് ഈസ് ഹൈ ടൈം. യു ആർ ജോയിനിങ് ഫ്രം ദ സെയിം ലിങ്ക് ഓർ നോട്ട്? രേഷ്മ, യു ക്യാൻ. രേഷ്മ സംസാരിച്ചോളൂ. ഞാനിപ്പം ക്രിസ്റ്റലിൽ ജോയിൻ ചെയ്തിട്ട് 3ാമത്തെ തവണയാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പം ഇത്തവണത്തെ നെറ്റ് എനിക്ക് കിട്ടിയത് ആക്ച്വലി കുറച്ച് വിഷമമുണ്ട്. കാരണം എനിക്ക് JRF ജസ്റ്റിനാണ് പോയത്. അപ്പം JRFന് വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കിട്ടാത്തതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതെ, അത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം കട്ട് ഓഫ് ഒന്ന്
കൂട്ടിപ്പിടിച്ച സ്ഥിതിക്ക് അവിടെ എത്തിയല്ലോ ആ മാർക്ക് ഞാനും കണ്ടു. ആ നമ്മുടെ ഒഫീഷ്യൽ കട്ട് ഓഫ് വരുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. ഇത്രയായിട്ടും ജസ്റ്റ് എനിക്ക് തോന്നുന്നു 2 or 4 മാർക്കിന് അങ്ങനെ പോയതെന്ന് തോന്നുന്നു അല്ലെ? 2 മാർക്കിന്. 2 മാർക്കിന് JRF. ഓക്കെ ഓക്കെ. അപ്പം എവിടെയാ എവിടെയാ നോക്കണ്ടേന്ന് മനസ്സിലായി. ഇപ്പൊ ഈ എക്സാമോട് കൂടി എവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ JRF കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ ഇപ്പൊ ക്രിസ്റ്റലിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നെറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ഫസ്റ്റ് ആ ക്രാഷിൽ ജോയിൻ ചെയ്തു. അപ്പം ക്രാഷിൽ പറഞ്ഞു തന്ന മെത്തേഡ്സും അതും ആ എലിമിനേഷൻ ടെക്നിക്സും എല്ലാം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ പഠിച്ചത് ഇപ്പം എല്ലാം പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. അത് എങ്ങനെ കൂടെ എക്സാമിന് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ക്രിസ്റ്റലാണ് മര്യാദയ്ക്ക് പറഞ്ഞ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എത്ര വായിച്ചു പഠിച്ചു, നിങ്ങൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കരുത് പലപ്പോഴും. ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇറ്റ്സ് നോട്ട് അബൌട്ട് കവറിങ് ഓൾ ദ ടോപ്പിക്സ് ഫോർ ദിസ് എക്സാമിനേഷൻ. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ലോജിക്ക് ചെയ്യണം. കാരണം എപ്പോഴും പറയുന്ന പോലെ 100 ക്വസ്റ്റ്യൻസിൽ നമുക്ക് അറിയാത്തൊരു 40 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. പിന്നെ അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ടാക്ടിക്സ് ആൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് വൺ പർട്ടിക്കുലർ പ്രോഗ്രാം കോമ്പാക്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം. ഐ ഷോ യു ദ പർട്ടിക്കുലർ ഡീറ്റെയിൽസ്. എങ്ങനെയാണ് കോമ്പാക്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു റിപ്പീറ്റർ ബാച്ച് എന്ന രീതിയിൽ കോച്ചിങ് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നൗ യു ഹാവ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ്, എല്ലാ കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ, ആ കോണ്ടന്റുകളെ എക്സാം എഴുതിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് എലിമിനേഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തറോ നോളജ് ആയി മാറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കോമ്പാക്ട്. കോമ്പാക്റ്റിന്റെ ഏറ്റവും വലിയ ഫീച്ചറും തീമും അത് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രേഷ്മ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ഇൻ ബിറ്റ്വീൻ രേഷ്മയുടെ ഒരു ലിങ്ക്, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് മാത്രം. അപ്പൊ പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒരു വിശ്വാസം ഉണ്ടാവുക, പിന്നെ നമ്മളെ സബ്ജക്റ്റിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക, അതാണ് ഒരു കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് പാഷൻ ടുവാർഡ്സ് യുവർ സബ്ജക്ട്. ഞാൻ 6 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തതും അതുകൊണ്ട് മാത്രം. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്റെ റിസൾട്ട് ക്ലെയിം ചെയ്യാനില്ല. ബിക്കോസ് ഐ ഹാഡ് മൈ ഓൺ സ്ട്രാറ്റജി ഓഫ് പാഷനബിൾ അപ്രോച്ച് ടുവാർഡ്സ് സബ്ജക്ട്. ആൻഡ് ഹിസ്റ്ററി ഫോർ എക്സാംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാം. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ റിസൾട്ട് ആൻഡ് തിങ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിന് ഇഷ്ടപ്പെടുക. നമ്മളിപ്പോ കുറെ ഫാക്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്നത് കൂടുതലും ഞാൻ അതിലൊരു കഥാപാത്രമായിട്ട് എനിക്കും എന്റെ ചുറ്റുമുള്ളവരും അതിൽ ആളുകളൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടൊക്കെ പഠിക്കുന്നത് കൊണ്ടാവാം അത്യാവശ്യം ഓർമ്മ നിൽക്കും. അപ്പം അത് എനിക്ക് ഇപ്പൊ ഈ എക്സാമിന് സെക്കൻഡ് പേപ്പർ കാര്യമായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിലും കഴിഞ്ഞ എക്സാമിനൊക്കെ പഠിച്ച ഓർമ്മ വെച്ചിട്ടാണ് കറക്റ്റ് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ഈ എക്സാമിന്. അപ്പം കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ സബ്ജക്റ്റ്. താങ്ക് യു രേഷ്മ, താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്ഫുൾ അപ്രോച്ച്. ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ടത്, പറഞ്ഞിരിക്കുന്നത് ഒന്നും തമാശക്കല്ല. പാഷൻ വേണം സബ്ജക്റ്റില്. പിന്നെ എല്ലാം പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പഠിച്ച കാര്യം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഹിസ്റ്ററി പറയുമ്പോൾ ആ ഹിസ്റ്ററിയിൽ ജീവിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി വെക്കാൻ മതി. ഓട്ടോമാറ്റിക് പാഷൻ കയറി വന്നോളും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ രേഷ്മയുടെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വേർഡ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. നെക്സ്റ്റ് വൺ വി ഹാവ് ജെറിൻ. ജെറിൻ ഉണ്ട്. സോ ജെറിൻ, താങ്കൾക്ക് താങ്കളുടെ ഇപ്രാവശ്യത്തെ അനുഭവം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ജെറിൻ ഓഡിബിൾ ആണോ? Am I audible, guys? Yes, sir. Yeah, but I think Jaren had some kind of network issue or something. Okay, fine. നമ്മുടെ സാം ഇല്ലേ, സാം? സാർ ഉണ്ട് സാർ. ഓക്കെ, യാ സാം. അപ്പൊ ഇന്ന് സാം സംസാരിച്ചോളൂ, എന്നിട്ട് നമുക്ക് ജെറിനെ റീജോയിൻ ചെയ്യുന്നുണ്ട്. സാമിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? സാമാണ് പിന്നീട് എന്നോട്, ഞാൻ തിരക്കിലാവുന്നുള്ളതുകൊണ്ട് സാം മെസ്സേജ് അയക്കാൻ നിന്നില്ല. സാർ തിരക്കിലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ട് ഒറ്റ വിളിയായിരുന്നു. ഓക്കെ, ദെൻ സാം പറഞ്ഞോളൂ. ഇവിടെ എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടു. ഈ പരീക്ഷയില് എനിക്ക് ഏറ്റവും കൂടുതൽ തോറ്റു പരിചയം എനിക്കാണ് ഏറ്റവും കൂടുതൽ. നമ്പർ അറ്റംപ്റ്റ്സ് പറയണമെന്നുണ്ടോ? നമ്പർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഒറ്റ സംഖ്യ അല്ല. ഓ, സോ നോക്കിക്കേ, ഇരട്ട സംഖ്യ ഉള്ള ഒരാൾ, അതാണ് ഈ ഫീൽഡിൽ വേണ്ടതാ. കുറെ കുട്ടികൾ ഡെസ്പ് ആകും. ഇങ്ങനെ
നെറ്റ് എക്സാമിനേഷനിൽ എനിക്ക് പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇഫ് യു ഹാവ് ദാറ്റ് ജെന്യുവിൻ പാഷൻ, നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺ ഡേ ഇസ് ഗോയിങ് ടു നിങ്ങൾക്ക് അതിലുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മാറാൻ പോകുന്നു. സാമ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. സാമ് ഡീറ്റെയിൽ ആയിട്ട് പറ ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടെ. എനിക്കങ്ങനെ ഒരു പരീക്ഷയെ വിശദീകരിക്കാനുള്ള അറിവില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതെ പരീക്ഷയെ പഠിക്കുക. അതാണ് ഇത്രയും നാളത്തെ എഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പരീക്ഷയെ പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കരുത് എന്ന് ആദ്യം അറിയാൻ ശ്രമിക്കുക. പരമാവധി പരീക്ഷകളുടെ പാറ്റേൺ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പാറ്റേണിൽ വന്ന മാറ്റം, ഒരേ മേഖലയിൽ നിന്നുള്ള തന്നെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒരേ മേഖലയിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതി നമ്മൾ പലപ്പോഴും ഈ NTA ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഭൂലോകത്തിന് പുറത്തു നിന്നാണെന്നൊക്കെ ചർച്ച ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ആയിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ വരിക. നമുക്ക് പരിചിതമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഇടങ്ങളിലൊക്കെ വരിക. അല്ലാതെ ഭൂലോകത്ത് നിന്ന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളൊന്നും ഇവർ കൊണ്ടുവയ്ക്കാറില്ല. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ പരിപൂർണമായി തെറ്റാണ്. ഇപ്പം ഇവിടെ വിജയികളായവരുടെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം ബാലി കയറാൻ വരെയൊന്നുമല്ല, എല്ലാവർക്കും ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഇത് കേട്ടിരിക്കുന്നവരുടെ ഇതിലേക്ക് എത്താൻ പറ്റാത്തവരുടെ അവസ്ഥ എനിക്ക് കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തോൽവികളുടെ എണ്ണത്തെ ഏറ്റവും ആദ്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക. ശ്രമിക്കുന്നവരുടേതാണ് എപ്പോഴും വിജയം. പിന്നെ നമുക്ക് ക്ലാസ് എടുത്തതിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നതിലെ ഈ കൂട്ടത്തിലെ കൊമ്പനെന്ന് തന്നെ പറയാം, സഫ്വാൻ സാറ്. അക്കാര്യത്തില് പുള്ളിക്ക് 100-ൽ 100 മാർക്കാണ്. അല്ല, അയ്യോ അത് വേണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെഷൻ എടുക്കുന്നു, മെന്റർഷിപ്പിൽ വരുന്നു, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ചില കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾ എല്ലാവരുമായിട്ട് എനിക്ക് ഇൻഡിവിജ്വൽ കോണ്ടാക്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. അത് മാത്രമാണ് നമ്മളെ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, നിങ്ങൾ ചെയ്യുന്നു, എന്നെ കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ് ഞാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പം പിന്നെ എല്ലാവരോടും നന്ദി മാത്രം. എൻ്റെ അധ്യാപകര്, പിന്നെന്താ പറയാ, സുഹൃത്തുക്കൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇതിനോടകം ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും ഗസ്റ്റ് ലെക്ചേഴ്സും പെർമനന്റ് പോസ്റ്റ് അപ്പോയിന്റ്മെന്റ് നേടിയവരും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും നന്ദി. താങ്ക് യു. താങ്ക് യു സാം. ഇനി ജെറിൻ വന്നിട്ടുണ്ട്. ജെറിനെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞാല് നമുക്ക് കോമ്പാറ്റിന്റെ കുറച്ച് കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. കേൾക്കാമോ ഇപ്പൊ? ഷുവർ കണ്ടിന്യൂ. സാറിപ്പോ നേരത്തെ 2022 ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് സാറ് തുടങ്ങിയപ്പോ ഞാൻ ജോയിൻ ചെയ്തതാണ്. സാർ ഒരിക്കൽ 6 മാസത്തെ ഒരു മാസത്തെ ഒരു 600 രൂപയുടെ ആദ്യത്തെ ഒരു കോഴ്സ് നടത്തി. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം വീണ്ടും നീട്ടി വെച്ചു. ഒരു മാസം വീണ്ടും നീട്ടി വെച്ചു. അപ്പോൾ സാറ് അപ്പോൾ ടൈം ടേബിൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അതൊന്നും റേറ്റ് മാറ്റി. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഒക്കെ ചേർത്തോട്ട് സാർ അങ്ങനെ ഒരു കോഴ്സ് നടത്തി. അങ്ങനെ ആ സമയത്താണ് എനിക്ക് നെറ്റ് കിട്ടിയില്ല, പക്ഷെ അതിൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരു മൈൻഡ് ഒന്ന് മാറിയത്, നല്ല വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മൈൻഡ് മാറി. പിന്നെ സാറ് ഒരു റെഗുലർ ബാച്ച് നമുക്ക് ടൈം കിട്ടി. റെഗുലർ ബാച്ചിന്റെ ഇടയിൽ ഫെബ്രുവരിയിൽ ഈ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി UGC ഒരു നെറ്റ് നടത്തി. അപ്പോൾ ആ എക്സാം എനിക്ക് കണ്ടപ്പോഴത്തേക്കും പലർക്കും സമയം കിട്ടാത്തതായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്കത് നേരത്തെ അത് തുടങ്ങിയത് കൊണ്ട് അതൊരു നല്ലൊരു ടൈമാണ്. കാര്യം എല്ലാവരും വിറച്ചു നിൽക്കുന്ന ഒരു സമയത്ത്, ഫെബ്രുവരി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സാറിൻ്റെയും ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ക്ലാസ് നമുക്ക് ഇടയ്ക്ക് സാറ് 2-3 വർഷം നടത്തിയിരുന്നു. സാറ് നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ സമയത്തിനനുസരിച്ചുള്ള രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് അങ്ങനെയും രാത്രിക്കുള്ളവർക്ക് അങ്ങനെ. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തപ്പോഴാണ് കറക്റ്റ് നെറ്റ് കിട്ടാൻ സാധിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ജൂണിൽ നടന്നത് BEdന്റെ എക്സാം കാരണം എഴുതാൻ പറ്റിയില്ല. അടുത്തുള്ളത് ഇപ്പോൾ എഴുതി. ഇപ്പോൾ വലിയ ഫോക്കസ് അങ്ങനെയൊന്നും കൊടുത്തിട്ടല്ല, റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റഡി മാത്രമേ നടത്തിയിട്ടുള്ളൂ. പേപ്പർ 1 ഒന്ന് ഫോക്കസ് ചെയ്തു. ക്രിസ്മസിന്റെ സമയമൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഒരുപാടൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഡിസംബർ ആദ്യം ആയിരുന്നെങ്കിലും പിന്നെ ഒരുപാട് കാര്യം വന്നു, പിന്നെ നടന്നില്ല. പക്ഷെ എങ്കിലും വിചാരിച്ചതുപോലെ ഒരു അടുത്ത JRFന് വേണ്ടി ശ്രമിക്കണം, അത്രയാണ്. പിന്നെ ഈ ടെക്നിക്കുകൾ മാക്സിമം ഉപയോഗിക്കുക. പിന്നെ കിട്ടാത്തവരുടെ അടുത്ത് പറയാനുള്ളത്, മൈൻഡ് ഹൈലി പോസിറ്റീവ് ആക്കരുത്, നെഗറ്റീവ് ആക്കരുത്, മിഡിൽ നിൽക്കുക. ഹൈലി നെഗറ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ പാടായിരിക്കും. ഹൈലി പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് നെറ്റ് കിട്ടാതിരുന്നു കഴിഞ്ഞാലും നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ ഡൗൺ ആവാതെയും അങ്ങനെ ഹൈലി പോസിറ്റീവ് അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കാതെ മിഡിൽ നിൽക്കുക. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ദിവസവും ഒരു വാക്കെങ്കിലും പഠിക്കുക. അതാണ് എൻ്റെ ഒരു
പോളിസി. എന്തെങ്കിലും നോക്കുക, നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകില്ല, ആ ഒരു ഫീൽ വരില്ല. ഒരു വാക്കെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്രയാണ്. താങ്ക് യു ചെറിൻ, താങ്ക് യു. Okay. തീർച്ചയായിട്ടും നമ്മുടെ സെഷനിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇവരുടെ വാക്കുകൾ യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഷോർട്ട് മീറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഇവരെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നത്. പിന്നെ നമുക്ക് അനസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് കൂടെ ഉണ്ട്. അവനെ വിളിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീസ് ഓൾസോ വൺ ഓഫ് മൈ സ്റ്റുഡന്റ്. അവന് നെറ്റ് കിട്ടിയിട്ടുണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റില്. സോ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെറിൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു വാട്ട് ഈസ് ദിസ് കോമ്പാറ്റ് ഈസ് ഓൾ അബൌട്ട്. കോമ്പാറ്റിന്റെ തീം വളരെ സിമ്പിളാ. എന്താണ്? ഓൾറെഡി നിങ്ങൾ കോച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് കോണ്ടന്റ് അറിയാം. നൗ വാട്ട്സ് യുവർ റോൾ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളിടത്താണ് കോമ്പാറ്റിന്റെ ഒരു റെലവൻസ് കിടക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് കോമ്പാറ്റ് 1 കോമ്പാറ്റ് ഇറ്റ്സെൽഫ് സംതിങ് ഗോയിങ് ടു ഫൈറ്റ് അഗെയിൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 22 ഓൺവേർഡ്സ്, ദാറ്റ് മീൻസ് കമ്മിങ് മൺഡേ ഓൺവേർഡ്സ്, നിങ്ങൾക്ക് ഇതാ കൃത്യമായിട്ട് ഓരോ ദിവസത്തേക്ക് ഓരോ ടാസ്കുകൾ ഉണ്ട് ചെയ്യാൻ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൺഡേ സ്റ്റോണേജിന്റെ ബേസിക്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കണ്ടതാണ്, പഠിച്ചതാണ്, നോട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ടോപ്പിക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആ സബ്ജക്ട് നിങ്ങൾ സെൽഫ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. മീനിങ് കോമ്പാറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് റിവിഷൻ എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി കോണ്ടന്റ് ഉണ്ട്, കോണ്ടന്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണ്ട. റിവിഷൻ, ഈ റിവിഷൻ ചെയ്യുന്നു, റിവിഷൻ ചെയ്താൽ മാത്രം മതിയോ? പോരാ. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ യു വിൽ ഗെറ്റ് സം ടൈം, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ MCQS അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഓരോ ദിവസവും നിങ്ങൾ ഇവിടെ സ്റ്റോണേജ് വരുന്നു, IVC വരുന്നു, IVC അഡ്വാൻസ് വരുന്നു, ഏർലി വേദിക്ക്, വേദിക്കിന്റെ അഡ്വാൻസ്, റിവിഷൻ തരുന്നു, ലെറ്റർ വേദിക്ക് തരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, മഹാജനപദാസ്, ഹിസ്റ്റോറിയോഗ്രാഫി, ബുദ്ധിസം, ജൈനിസം, അങ്ങനെ കറസ്പോണ്ടിംഗ്ലി എന്ത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ടൈം ഷെഡ്യൂൾ തരികയും നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, ജെറി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ടൈം ടേബിളിന്റെ ഒരു ഡിസ്കഷൻ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക, മാർക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ഈ എക്സാമിന് ശേഷം വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ലിമിറ്റ് ദർ. പിന്നീട് വീക്ക്ലി ടെസ്റ്റ് വരുന്നുണ്ട്, യൂണിറ്റ് ടെസ്റ്റിന് പുറമെ വീക്ക്ലി ടെസ്റ്റ് വരുന്നുണ്ട്, മന്ത്ലി ഫുൾ ടെസ്റ്റും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടെസ്റ്റുകളിലൂടെ മാക്സിമം നിങ്ങളുടെ നോളജിനെ ഒരു സെറ്റ് ഓഫ് മന്തിലൂടെ, അതായത് ഒരു 3 മാസം കൊണ്ട്, 4.5 മാസം ഉണ്ട് നമ്മുടെ എക്സാമിനേഷൻ, പക്ഷെ 3 മാസം കൊണ്ട് നിങ്ങൾ ടോട്ടൽ ഇത് കവർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതാണ് കോമ്പാറ്റ് 1.0 പ്രത്യേകത. ഡെഫിനറ്റ്ലി ഈ കോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിനോട് പഠിക്കാൻ തീരുമാനിച്ചോ, ഇറ്റ്സ് എ പ്രൊഫഷണൽ വൺ, റൈറ്റ്? സോ പ്രൊഫഷണലി നിങ്ങൾ ഇത് പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് JRF ഉറപ്പിക്കാം. അത് എത്ര ടഫ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് പേപ്പർ 2ന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ 2ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് കോമ്പാറ്റ് എന്നുള്ളത്. അറ്റ് ദി സെയിം ടൈം പേപ്പർ 1 നിങ്ങൾക്ക് വീണ്ടും പഠിക്കുന്ന രൂപത്തിലോട്ട് വീണ്ടും അത് റീഇനീഷ്യേറ്റ് ചെയ്യാം. കാരണം സിലബസ് മാറാൻ ചാൻസ് ഉള്ളതിൽ നല്ലൊരു ശതമാനം വരുന്നത് പേപ്പർ 1-ലായിരിക്കും. പേപ്പർ 2-ൽ എത്ര മാറുവാണെങ്കിൽ പോലും അതിൽ ചെറിയ മാറ്റങ്ങളെ മാറാൻ ചാൻസ് ഉള്ളൂ. ബിക്കോസ് നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയുടെ സിലബസ് ദാറ്റ് മച്ച് കോംപ്രഹെൻസീവ് ആണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ കോമ്പാറ്റ് 1-നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് കോമ്പാറ്റ് 1 എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അടുത്തൊരു പ്രാവശ്യം JRF തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമിനേഷൻ വരുന്നതിന് മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നോളജ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് തറവാകാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിന് കാരണം നിങ്ങളുടെ പലരുടെയും പല പല സാഹചര്യങ്ങളും ഉണ്ടാകും. പല സാഹചര്യങ്ങളുണ്ടാവും. സാഹചര്യങ്ങൾ നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. മറിച്ച് എന്താണ്, അടുത്ത പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഡയലി 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ മതി. ആ 1 മണിക്കൂർ ദാറ്റ് ഷുഡ് ബി ദാറ്റ് മച്ച് പ്രൊഡക്റ്റീവ് എന്നുള്ള. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കുറച്ച് ടാസ്കുകളും ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഒരു ഗ്രൂപ്പിലൂടെ ഡിസ്കഷൻ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ കോമ്പാറ്റ് 1-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ്സ് എൻ ഹൈലി ഡെഡിക്കേറ്റഡ് JRF ഓറിയന്റഡ് മെന്റർഷിപ്പ് റിലേറ്റഡ് റിവിഷൻ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. സോ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഓൾറെഡി കോച്ചിങ് എടുത്തിട്ടുള്ള ഏത് സ്റ്റുഡന്റിനും പറ്റും. ക്രിസ്റ്റലിന്റെ സ്റ്റുഡന്റ്സിനാണ് മെയിൻലി നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, പുറമെയുള്ള കുട്ടികൾക്കും, അതായത് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ മറ്റൊക്കെ പഠിച്ചിട്ട് കോച്ചിങ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കും ഈ പ്രോഗ്രാം സീക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നിങ്ങളോട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈം ടേബിൾ ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പൊ ടൈം ടേബിൾ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് തിങ്കളാഴ്ച കാത്തിരിക്കേണ്ട, തിങ്കളാഴ്ച മുതലാണെന്നല്ലോ. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആകുക. ഒരു ടൈം ഫിക്സ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ടൈം നിങ്ങൾക്ക് ഉള്ളതാ. അപ്പൊ നിങ്ങൾക്കേ അറിയാം എന്ത് നിങ്ങളുടെ ഏത് സമയമാണ് പഠിക്കാൻ നല്ലത്. രാവിലെ
എണീച്ചിട്ട് ആദ്യത്തെ 1 മണിക്കൂർ പഠിച്ചിട്ട് ജോലിക്ക് പോകണോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകണോ, അത് രാത്രി വന്നിട്ട് 1 മണിക്കൂർ കൃത്യമായിട്ട് കേട്ട് പഠിച്ചിട്ട് എക്സാം എഴുതണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട്. അതിനു വേണ്ടി ആകട്ടെ ആദ്യത്തെ ഇന്നത്തെ ഒരു സെഷനും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ ഡോണ്ട് വറി ഗൈസ്, 2024 ദാറ്റ് ഈസ് ഇയർ ഓഫ് അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ന്യൂ ഇയറിന്റെ പോസ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അച്ചീവ്മെന്റ്സ് ഓൺലി. JRF നേടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. മീൻസ് പണിയെടുക്കണം, ചുമ്മാ പറ്റത്തില്ല. കുറച്ച് കുട്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എല്ലാ ആൾക്കാരെയും അറിയുന്നതോട് പറയാം, ജോയിൻ ചെയ്യും പിന്നെ വേറെ വഴിക്ക് പോയി പിന്നെ വരലുണ്ടാവില്ല. അത് ഒഫീഷ്യൽ വർക്ക് പോലും അല്ല. PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഐ റെസ്പെക്ട് ദം. പക്ഷെ അല്ലാതെ വെറുതെ ആൾക്കാരുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുന്ന കിട്ടുന്ന എക്സാമിനേഷൻ അല്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും കുറേയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എക്സാമിനേഷൻ ഈസി ആയിരുന്നു പലരും പറഞ്ഞു, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ പലർക്കും കിട്ടിയില്ല. കട്ട് ഓഫ് കൂട്ടിയതാണ് പ്രശ്നം. ഈസി ആകുമ്പോൾ കട്ട് ഓഫ് കൂടും ഡെഫിനറ്റ്ലി. അപ്പൊ നമുക്ക് എത്ര കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് ബി ഏബിൾ ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ഫോർ ദാറ്റ് വി ആർ ഹാവിംഗ് ദിസ് കോമ്പാറ്റ് ഫ്രോം ഓൺലി ഫോർ ഓൾറെഡി കോച്ചിങ് ടേക്കൺ സ്റ്റുഡൻസ്. കോച്ചിങ് എടുത്തവർക്ക് ഓൾറെഡി അവരുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, സ്റ്റഫ് ഉണ്ട്. ഇനി അതിനെ കുറിച്ച് വറീഡ് ആകണ്ട. അപ്പൊ അതാണ് ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത. അപ്പൊ നെറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ JRF ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദി നല്ലൊരു പ്രോഗ്രാം കൂടി ആയിരിക്കും. ട്രൈ ടു യൂട്ടിലൈസ് ദിസ് മാക്സിമം ആൻഡ് ട്രൈ ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് മാക്സിമം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, സോ താങ്ക്സ് ഫോർ ജോയിൻ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.